ഈശ്വർ മാലപ്പയുടെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഡൈവിങ്ങിന് എത്തിയിരിക്കുന്ന പ്രത്യേക സംഘമാണ് മൂന്നംഗ സംഘം. ഈശ്വർ മാലപ്പയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം. ഇവരെ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കുകയായിരുന്നു നാവികസേന. ഇപ്പോൾ തിരച്ചിലിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മഴ നിന്നോ? തിരച്ചിലേക്ക് കടക്കാനായോ? സ്മൃതി, മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്കിലും ഏത് സമയത്തും മഴ പ്രതീക്ഷിക്കാം. എന്തായാലും ഏറ്റവും നിർണായകമായ സിഗ്നൽ ലഭിച്ച മൺതിട്ടയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. നേവിയുടെ ദൗത്യ സംഘമാണ് പൂർണ്ണമായും സജ്ജമായിക്കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാഥമികമായ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷമാണ് ഗംഗാവലിയുടെ ഒരു ഭാഗത്തെ ഈ സിഗ്നൽ ലഭിച്ച പ്രദേശത്തെ മൺതിട്ടയോട് ചേർന്ന ഭാഗത്ത് ഇപ്പോൾ ദൗത്യസംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ദൗത്യസംഘം ആ ഒരു മൺതിട്ടയ്ക്ക് മുകളിൽ ആ തൊട്ടു ഭാഗത്തെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ പുഴയിൽ പ്രാഥമികമായ ഒരു പരിശോധന വീണ്ടും നടത്തുന്നുണ്ട്. ഒരു പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നത്. വിദഗ്ധ പരിശീലനം ലഭിച്ച നേവിയുടെ മുങ്ങൽ വിദഗ്ധ സംഘം നേരത്തെ തന്നെ ഈ ഒരു മേഖലയിൽ എത്തിയിരുന്നു. ശക്തമായ അടിയൊഴുക്ക് ഗംഗാവലിയിൽ ഉള്ളതുകൊണ്ട് പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ സ്ഥാപിക്കും. അതിന്റെ സഹായത്തോടു കൂടി വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതിവിടെ എത്തിക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് കൂടുതൽ സംഘങ്ങളുടെ അല്ലെങ്കിൽ കൂടുതൽ രക്ഷാപ്രവർത്തകരുടെ സഹായം തേടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയെ പോലെയുള്ള നിരവധി ദൗത്യ സംഘങ്ങളിൽ ഏർപ്പെട്ട ആളുകളും ആ ഒരു മേഖലയിൽ എത്തിച്ചേരുകയായിരുന്നു. കൂടുതൽ ബോട്ടുകളും ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ആ ചെറിയ ബോട്ടിൽ ആ ഒരു മേഖലയിലൂടെ നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഈ ചെറിയ ബോട്ടിലുള്ള നിരീക്ഷണം ആ ഒരു മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ശക്തമായ അടിയൊഴുക്ക് ഇപ്പോഴും ഗംഗാവലി പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം കലങ്ങി തെളിഞ്ഞ് ആ വിധത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന ഗംഗാവലി പുഴ തന്നെയാണ് രക്ഷാദൗത്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത്. വലിയ പരിശീലനം ലഭിച്ച ആളുകൾക്ക് പോലും പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. 30 അടി താഴ്ചയിലാണ് നിലവിൽ ട്രക്കിന്റെ ഒരു ഭാഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മേജർ ഇത് സ്ഥിരീകരിക്കുന്നു. ഇന്ന് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട കൂടുതൽ വിവരങ്ങളിൽ 10 അടിയോളം ലോറിക്ക് മുകളിലായി മണ്ണും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. ഇത് സ്വാഭാവികമായും വെള്ളത്തിലിറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമേ എങ്ങനെ ഇത് പുറത്തെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ്. എന്തായാലും വെള്ളത്തിലിറങ്ങിയുള്ള ഒരു പരിശോധന തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നേരത്തെ നടത്തിയ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യമില്ല ഈ ഒരു വാഹനത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് പ്രാഥമികമായി കണ്ടെത്തിയിരുന്നില്ലെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സ്വാഭാവികമായി വിശദമായ വെള്ളത്തിലിറങ്ങിയ ഒരു പരിശോധനയിൽ, പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയിൽ മാത്രമേ അത് കണ്ടെത്താനാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രക്ഷാദൗത്യ സംഘം, വിദഗ്ധ സംഘം മൺതിട്ടയോട് ചേർന്ന ഭാഗത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവരുടെ കയ്യിലുള്ള കയറുകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് സ്ഥാപിക്കുകയാണ്. ഒരുപക്ഷെ രക്ഷാദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി തന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു നീക്കത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കഴിഞ്ഞ 11 ദിവസമായി ഇതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എവിടെയാണ് ലോറി, എവിടെയാണ് ആ 3 പേരുള്ളത്, 3 ആളുകൾ എവിടെയാണ് അകപ്പെട്ടത്? പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്.